അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ഇതിനായിട്ട് ചെറിയൊരു കഷ്ണം കപ്പ അതായി എടുത്തിട്ടുണ്ട്. ഈ കപ്പയുടെ തൊലിയെല്ലാം മാറ്റി ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഈ കപ്പ ഒന്ന് വേവിച്ചിട്ടെടുക്കാം. സാധാരണ നമ്മൾ കപ്പ വേവിക്കുന്ന പോലെ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. നമ്മൾ കൈ കൊണ്ട് പ്രസ് ചെയ്യുന്ന സമയത്ത് കണ്ടില്ലേ, നല്ലോണം പൊടിഞ്ഞു വരണം. അപ്പോൾ നല്ലോണം വെന്തിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് പൈനാപ്പിൾ ആണ്. ഞാനിപ്പോൾ മീഡിയം സൈസ് ഒരു പൈനാപ്പിളാണ് എടുത്തിട്ടുള്ളത്. ഒരു 800 ഗ്രാമൊക്കെ ഉണ്ടാവും. പൈനാപ്പിളിന്റെ തൊലിയെല്ലാം ഒന്ന് ചെത്തി മാറ്റിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ പൈനാപ്പിളും ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിന്റെ നടുവിലുള്ള ആ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ട് വേണം ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കട്ട് ചെയ്തെടുത്ത പൈനാപ്പിൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഇതൊന്ന് അടിച്ചെടുക്കുക. പൈനാപ്പിൾ ഒട്ടും വെള്ളം ചേർക്കാതെ നല്ലതുപോലെ പേസ്റ്റ് പരുവത്തിന് അടിച്ചെടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ കട്ടകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ അരിച്ചിട്ട് എടുക്കുക. ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ വേവിച്ചെടുത്തതിൻ്റെ ചൂടൊക്കെ നല്ലതുപോലെ മാറിയിട്ട് വേണം മിക്സിയുടെ ജാറിലേക്ക് മാറ്റാൻ. ഈ ഒരു വലിപ്പത്തിൽ ഒരു 12 പീസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ കപ്പ വേവിച്ചെടുത്തത് അതിൻ്റെ ചൂടൊക്കെ മാറിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് കട്ടകളൊന്നും ഇല്ലാതെ അടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ്. 1-ാം പാലും 2-ാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1.5 കപ്പ് ചിരകിയ തേങ്ങയിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരിച്ചെടുത്തിട്ടുള്ള 1-ാം പാലും വീണ്ടും ആ തേങ്ങ കൊത്ത് അരിച്ചെടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് മാറ്റുക. എന്നിട്ട് വീണ്ടും 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് 30 സെക്കൻഡ് ഒന്ന് അടിച്ചെടുത്തിട്ടുള്ള 2-ാം പാലുമാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ലതുപോലെ പേസ്റ്റ് പരുവത്തിന് ഒന്ന് അടിച്ചെടുക്കാം. അപ്പൊ കപ്പയും കട്ടകളൊന്നുമില്ല, നല്ല ക്രീം പരുവത്തിന് പേസ്റ്റ് പോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 250 ml കപ്പിന് 1.5 കപ്പ് ശർക്കര ഇട്ട് കൊടുക്കുക. പൊടിച്ചാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മൾ എടുക്കുന്ന പൈനാപ്പിളിന്റെ മധുരത്തിനനുസരിച്ച് വേണം ശർക്കര എടുക്കാനായിട്ട്. ശർക്കരയ്ക്ക് പകരം പഞ്ചസാരയും എടുക്കാവുന്നതാണ്. ശർക്കരയിൽ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ ടേസ്റ്റും കളറും ഒക്കെ കിട്ടുന്നത്. ഇനി നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. മധുരത്തിനനുസരിച്ചിട്ടുള്ള ശർക്കര എടുക്കുക. അപ്പം പൈനാപ്പിൾ നമ്മൾ എടുക്കുന്ന പൈനാപ്പിൾ നല്ല മധുരമുള്ള പൈനാപ്പിൾ ആണെന്നുണ്ടെങ്കിൽ മാത്രം 1.5 കപ്പ് ശർക്കര എടുത്താൽ മതിയാവും. പക്ഷെ പുളിപ്പുള്ള പൈനാപ്പിൾ ആണെന്നുണ്ടെങ്കിൽ ഒരു 2 കപ്പ് ശർക്കരയെങ്കിലും എടുക്കേണ്ടി വരും. അപ്പം ഞാൻ എടുത്തിട്ടുള്ള പൈനാപ്പിൾ നല്ല മധുരമുള്ള പൈനാപ്പിൾ ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ 1.5 കപ്പ് ശർക്കര എടുത്തിട്ടുള്ളത്. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. അപ്പം ശർക്കര എല്ലാം ഉരുകി വന്നിട്ടുണ്ട്. ഒരു നൂൽ പാവൊന്നും ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി ചൂടായി കിടക്കുന്ന ഒരു കടായിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അടിച്ചെടുത്ത് വെച്ച പൈനാപ്പിൾ അങ്ങ് ചേർത്ത് കൊടുക്കാം. ആ പൈനാപ്പിളിൻ്റെ ആ ഒരു പച്ചക്കുത്തലൊക്കെ ഒന്ന് മാറി കിട്ടുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട്. ഈ ഒരു സമയം ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. കല്ലും മണ്ണും അഴുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു അരിപ്പയെ കൂടെ അരിച്ചിട്ടൊഴിക്കാം. ഞാൻ അടുത്ത ശർക്കരയിൽ കല്ലും മണ്ണും അഴുക്കില്ലാത്തത് കൊണ്ടാണ് അരിച്ചൊഴിക്കാത്തത്. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടിച്ചെടുത്ത് വെച്ചിരിക്കുന്ന കപ്പയുടെ മിക്സില്ലേ അതങ്ങ് ചേർത്ത് കൊടുക്കുക. മുഴുവനും അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി കൈവിടാതെ മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് അത് നമുക്ക് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. അപ്പോൾ നമ്മൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. കുറച്ച് ഒന്ന് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. വീണ്ടും നമുക്ക് കൈവിടാതെ ഇളക്കി കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ സൈഡിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നത് ഇതുപോലൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് ഇത് ഇളക്കി കൊടുത്തിട്ടുണ്ട്. നമ്മൾ എടുക്കുന്ന കപ്പ നല്ല മാവുള്ള കപ്പയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും. വേവ് കുറഞ്ഞ കപ്പയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കും ഇത് റെഡിയായി കിട്ടാൻ. അപ്പോൾ 2-3 മിനിറ്റും കൂടെ ആകുമ്പോൾ റെഡിയായി കിട്ടും. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ നെയ്യ് ചേർക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മളിതിൽ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തതുകൊണ്ട് ഒരുപാട് നെയ്യൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല.
വീണ്ടും നമുക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം. ഇപ്പോൾ ഒരു 3 മിനിറ്റും കൂടെ ആയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, കടായിൽ നിന്ന് ഇതുപോലെ വിട്ട് വരുന്നുണ്ട്. ഈ ഒരു സമയം ഒരു 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് ഏലക്കയുടെ ആ ഒരു സീഡ് മാത്രം പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. പഞ്ചസാരയും കൂട്ടി ചേർത്ത് പൊടിച്ച ഏലക്കപ്പൊടിയാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. നമുക്ക് കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കശുവണ്ടി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ പംകിൻ സീഡും സൺഫ്ലവർ സീഡും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്, വേണോ നിർബന്ധമൊന്നുമില്ല. കുറച്ച് എള്ള് ഉണ്ടെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ എള്ളും കൂടി ചേർത്ത് കൊടുക്കുക. നട്ട്സ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിലക്കടല ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇത് ചേർത്ത് കൊടുത്താലും മതി. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങാപ്പാൽ ചേർത്തുകൊണ്ട് ഒരുപാട് നെയ്യിൻ്റെ ആവശ്യമൊന്നുമില്ല. 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത് ലാസ്റ്റിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഇത് കിട്ടും. നല്ല സ്മൂത്തായിട്ട് നല്ല കാണാൻ നല്ല ഭംഗിയായിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ കടായിൽ നിന്ന് ഇതാ വിട്ട് വരണം. ഇതാണ് ഇതിൻ്റെ പാകം എന്ന് പറയുന്നത്. ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കേക്ക് ടിന്നിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് നട്ട്സ് ഒന്ന് വിതറി കൊടുത്തിട്ടുണ്ട്. കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് നട്ട്സ് ഇതുപോലെ വിതറി കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ആ ചൂടോട് കൂടി തന്നെ ഇത് ആദ്യമേ ഈ പാത്രം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. കേക്കിൻ്റെ ടിന്ന് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഏതെങ്കിലും ഒരു പാത്രം എടുത്താൽ മതി. എന്നിട്ട് കേക്ക് ടിന്നിലേക്ക് ആ ചൂടോട് കൂടി തന്നെ പെട്ടെന്ന് ഒഴിച്ചു കൊടുക്കുക. കാരണം എന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും. കപ്പ് ആയതുകൊണ്ട് പെട്ടെന്ന് സെറ്റായി കിട്ടും. ഇനി നെയ്യ് തടവി ഒരു സ്പാച്ചില വെച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ആ ചൂടോട് കൂടി തന്നെ ചെയ്യുക. ഇപ്പം അതാ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സ്പാച്ചില ഇല്ലാന്നുണ്ടെങ്കിൽ സ്പൂണിലെ മറുവശത്ത് കുറച്ച് നെയ്യ് തടവിയിട്ട് ഇതുപോലെ ചൂടോട് കൂടി തന്നെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇപ്പം ഇത് നല്ല ചൂടാണ്. അതിൻ്റെ ചൂട് മാറാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം നമുക്ക് മാറ്റി വെക്കാം. ഒരു ദിവസം വെച്ചിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതായിരിക്കും. കുറച്ചും കൂടെ കളറൊക്കെ മാറി കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറട്ടെ. അപ്പം നമ്മുടെ ഹൽവ അതാ നല്ലതുപോലെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഇനി പെട്ടെന്ന് ഇളകി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിയിച്ച് കൊടുക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി മെല്ലെ ഒന്ന് തുറന്ന് നോക്കാം. അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. കാണാനും നല്ല ഭംഗിയായിട്ട് ഇരിപ്പുണ്ട്. ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഈ ഹൽവ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അരിപ്പൊടിയോ റവയോ മൈദയോ ഗോതമ്പ് പൊടിയോ കോൺഫ്ലോറോ ഒന്നും ചേർക്കാതെ വെറും പൈനാപ്പിളും കപ്പയും വെച്ചിട്ടാണ് ഈ ഹൽവ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കട്ട് ചെയ്ത പീസ് അങ്ങ് എടുക്കാം. അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ജെല്ലി പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇതിരിക്കുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന കപ്പയും പൈനാപ്പിളും വെച്ചിട്ടുള്ള ഹൽവ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ പൈനാപ്പിളും കപ്പയും വെച്ചിട്ടുള്ള ഹൽവ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്